ഞാൻ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഒരു പൊതു ഇടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വേണം. അത് പറഞ്ഞപ്പോൾ ചിലർ പ്രകോപിതരാകുകയാണ്. ഒരാളും പ്രകോപിതമായിട്ടൊരു കാര്യമില്ല. ഇത് ഇപ്പോഴത്തെ മുദ്രാവാക്യമല്ല, കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യമല്ല. ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഫ്രഞ്ച് വിപ്ലവം മുതൽ ഉന്നയിച്ച മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം സമ്മതിച്ചു കൊടുക്കാൻ ഇപ്പോഴും തയ്യാറാവാത്ത ആളുകൾ അവരെന്താണ് വിളിക്കേണ്ടതെന്ന് ഞാനിപ്പോഴും പറയുന്നില്ല. ഞാൻ ആരെയും ഉദ്ദേശിക്കുന്നില്ല, ഒരു വ്യക്തിയെയും ഒരു സമുദായത്തെയും ഉദ്ദേശിക്കുന്നില്ല, സമൂഹത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പൊതു ഇടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വേണം, തുല്യാവകാശം വേണം, അതുപോലെ തന്നെ സമത്വം വേണം, ജനാധിപത്യ അവബോധം വേണം. അതിനൊന്നും സാധിക്കുന്ന രീതിയിലല്ല ഇന്ത്യൻ ഭരണകൂടം. എന്തുകൊണ്ടാണ്? ഇന്ത്യൻ ഭരണ സംവിധാനം 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിയ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ഭാഗമായി ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുക, ജന്മിത്വം അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഇവിടെ പ്രാവർത്തികമാക്കാനായില്ല. ബ്രിട്ടീഷുകാർ കെട്ടുകെട്ടുക എന്ന് മാത്രമായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ്സുകാർ കണ്ടത്. പക്ഷേ അന്നേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മീററ്റ് ഗൂഢാലോചനയും പെഷവാർ ഗൂഢാലോചനയും ലാഹോർ ഗൂഢാലോചന കേസുകളിൽപ്പെട്ട് 1920 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ഇന്ത്യയിലേക്ക് കടന്നു വന്ന് 21 മുതൽ 29 വരെ നിരവധി ഗൂഢാലോചന കേസുകൾ പ്രതികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ചിത്രം നമുക്കറിയാം, ചരിത്രം നമുക്കറിയാം. എന്തേ കാര്യം? ബ്രിട്ടീഷുകാർ കെട്ടുകെട്ടുക മാത്രമല്ല, ബ്രിട്ടീഷുകാർ കെട്ടുകെട്ടുന്നതിനോടൊപ്പം ജന്മിത്വം അവസാനിപ്പിക്കണം, ഭൂപ്രഭുത്വം അവസാനിപ്പിക്കണം. ജനാധിപത്യ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം.